ഇന്ന് ലോകം പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മ്യാൻമറിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള റാഖൈൻ സംസ്ഥാനം ഒരു മനുഷ്യനിർമ്മിത ദുരന്തത്തിന്റെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തുകയാണ്. വേൾഡ് ഫുഡ് പ്രോഗ്രാം സമ്പൂർണ്ണ ദുരന്തമെന്ന് വിശേഷിപ്പിച്ച ഈ സാഹചര്യം വിശപ്പും നിസ്സഹായതയും മരണവും ഒരുപോലെ വേട്ടയാടുന്ന ഒരു ജനതയുടെ കഥയാണ് പറയുന്നത്. 2021 സൈനിക അട്ടിമറിയും തുടർന്നുണ്ടായ ആഭ്യന്തര യുദ്ധവുമാണ് ഈ ദുരിതത്തിന്റെ പ്രധാന കാരണങ്ങളെങ്കിലും അതിന്റെ ആഴത്തിലുള്ള വേരുകൾ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് നീളുന്നുണ്ട്. ഈ പ്രതിസന്ധിയുടെ കാരണങ്ങൾ, ജനജീവിതത്തിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ, അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണങ്ങൾ, അതുപോലെ ഈ ദുരന്തം നൽകുന്ന പാഠങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് വിശദമായി അറിയേണ്ടിയിരിക്കുന്നു. റാഖൈനിലെ പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ദശാബ്ദങ്ങളായി അവിടെ നിലനിൽക്കുന്ന റോഹിംഗ്യൻ മുസ്ലിംകളും ഭൂരിപക്ഷ ബുദ്ധമത വിഭാഗമായ റാഖൈനീസ് ജനങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഈ പ്രദേശത്തെ ദുർബലമാക്കിയിരുന്നു. 2012 നടന്ന വർഗീയ കലാപങ്ങൾ ഈ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയും ആയിരക്കണക്കിന് റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വീടും സ്ഥലവും ഉപേക്ഷിച്ച് ക്യാമ്പുകളിൽ അഭയം തേടേണ്ടി വരികയും ചെയ്തു. ഇതിനുശേഷം 2017 സൈന്യം നടത്തിയ അതിക്രൂരമായ അടിച്ചമർത്തലുകൾ കാരണം ലക്ഷക്കണക്കിന് റോഹിംഗ്യൻ അഭയാർത്ഥികൾ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തു. ഈ സംഭവങ്ങൾ റാഖൈനിലെ ജനജീവിതത്തെ പൂർണ്ണമായും തകർത്തെറിഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിൽ 2021 മ്യാൻമറിൽ സൈനിക അട്ടിമറി നടന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചതിനെ തുടർന്ന് രാജ്യവ്യാപകമായി ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. റാഖൈനിലെ വിമത ഗ്രൂപ്പായ അരക്കാൻ ആർമി സൈന്യത്തിനെതിരായ ശക്തമായ പോരാട്ടം ആരംഭിച്ചു. ഇതിനെ നേരിടാൻ മ്യാൻമർ സൈന്യം റാഖൈൻ സംസ്ഥാനത്തെ പൂർണ്ണമായി ഉപരോധിച്ചു. കര, കടൽ, വ്യോമമാർഗങ്ങൾ സൈന്യം അടച്ചതോടെ ഈ പ്രദേശം ബാഹ്യലോകവുമായി പൂർണ്ണമായും ഒറ്റപ്പെടുകയുമുണ്ടായി. സൈനിക ഉപരോധം റാഖൈനിലെ ജനങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ പൂർണ്ണമായും തകർത്തു. റാഖൈൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗങ്ങൾ കൃഷിയും മത്സ്യബന്ധനവുമാണ്. സിഡ്ബേ പോലുള്ള പ്രധാന നഗരങ്ങൾ ഉപരോധത്തിലായതോടെ കർഷകർക്ക് അവരുടെ നെൽവിളകൾ കൊയ്യാൻ പോലും കഴിഞ്ഞില്ല. നെൽകൃഷി വ്യാപകമായി നടക്കുന്ന പ്രദേശമായിരുന്നിട്ടും ഇന്ന് ആളുകൾക്ക് കഴിക്കാൻ ഭക്ഷണം കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. മറ്റൊരു പ്രധാന വരുമാന മാർഗമായ മത്സ്യബന്ധനവും സൈന്യം കർശനമായി തടഞ്ഞു. റോഹിംഗ്യൻ ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് ഇത് അത്യന്താപേക്ഷിതമായിരുന്നു. ഈ ഉപരോധം കാരണം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും കച്ചവടക്കാർക്ക് സാധനങ്ങൾ എത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. പണവും ജോലിയും ഇല്ലാതായതോടെ ആളുകൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീണു. ഒരു സുരക്ഷിത താവളം തേടിപ്പോകാൻ പോലും കഴിയാതെ അവർക്ക് തങ്ങളുടെ ദുരിതത്തിൽ തന്നെ ഒതുങ്ങിക്കിടക്കേണ്ടി വന്നു. ഈ പ്രതിസന്ധി റാഖൈനിലെ ജനങ്ങളുടെ മാനസികാരോഗ്യത്തെയും അതിജീവന ശേഷിയെയും ഗുരുതരമായി ബാധിച്ചു. WFPയുടെ പ്രതിനിധി മൈക്കൽ ഡൺഫോർഡ് വ്യക്തമാക്കിയതുപോലെ റാഖൈനിലെ ജനങ്ങൾ ഒരു ദുഷിച്ച ചക്രത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. സംഘർഷം അവരുടെ ജീവിതം തകർത്തു, ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു, ഒപ്പം ഒരു മാനുഷിക സുരക്ഷാ വലയുമില്ല. ഭക്ഷണം കിട്ടാതായതോടെ ആളുകൾ നിരാശയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് വീണു. ഇത് ആത്മഹത്യകളിലേക്ക് വരെ നയിക്കുന്നുണ്ട്. ഒരു പിതാവ് തന്റെ കുടുംബത്തോടൊപ്പം വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചതും ഒരു കുടുംബത്തിലെ 5 പേർ ഇതേ രീതിയിൽ മരിച്ചതും ദമ്പതികൾ തൂങ്ങി മരിച്ചതും ഈ ദുരിതത്തിന്റെ തീവ്രത വെളിവാക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾ വെറും വാർത്തകളല്ല, മറിച്ച് ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേറെ വഴികളില്ലെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുടെ അവസാനത്തെ തീരുമാനങ്ങളാണ്. അഭയാർത്ഥി ക്യാമ്പുകളിലെ അവസ്ഥ ഇതിലും പരിതാപകരമാണ്. 2012 കലാപത്തെ തുടർന്ന് സ്വന്തം വീടുകൾ നഷ്ടപ്പെട്ട 1.4 ലക്ഷത്തിലധികം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇപ്പോഴും താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. യുദ്ധത്തെ തുടർന്ന് കുടിയിറക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകാൻ WFP ശ്രമിക്കുമ്പോഴും ധനസഹായങ്ങളുടെ അഭാവം അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഈ പ്രതിസന്ധിക്ക് ഒരു വലിയ കാരണം അന്താരാഷ്ട്ര സഹായങ്ങളുടെ കുറവാണ്. WFPയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2024 ലോകമെമ്പാടുമുള്ള ധനസഹായത്തിൽ 60% കുറവുണ്ടായി. ഇതിന്റെ ഫലമായി മ്യാൻമറിൽ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്ന 20% ആളുകൾക്ക് മാത്രമേ സഹായം നൽകാൻ കഴിയുന്നുള്ളൂ. റാഖൈനിലേക്കുള്ള സഹായം മാർച്ചിൽ വെട്ടിക്കുറയ്ക്കാൻ WFP നിർബന്ധിതരായിരുന്നു. ഇതിന് പ്രധാന കാരണം USAID പോലുള്ള വലിയ ഫണ്ടിംഗ് ഏജൻസികളുടെ സഹായത്തിൽ വന്ന വലിയ കുറവാണ്. കഴിഞ്ഞ വർഷത്തെ $4.5 ബില്യൺ ഫണ്ടിങ്ങിനെ അപേക്ഷിച്ച് ഈ വർഷം വളരെ കുറഞ്ഞ തുക മാത്രമാണ് ലഭിക്കുന്നത്. ഇത് അടിസ്ഥാന ഭക്ഷ്യസഹായം പോലും എത്തിക്കാൻ സംഘടനകളെ ബുദ്ധിമുട്ടിലാക്കുന്നു. 9 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഐക്യരാഷ്ട്രസഭ ക്ഷാമം അടുക്കുന്നു എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും അന്താരാഷ്ട്ര സമൂഹം വേണ്ടത്ര വേഗത്തിൽ പ്രതികരിച്ചില്ല. ഇത് ആഗോള സഹായ വ്യവസ്ഥയുടെ കാര്യക്ഷമതയില്ലായ്മയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവവും തുറന്നുകാട്ടുന്നുണ്ട്.
റാഖീനിലെ പ്രതിസന്ധി വെറും ഒരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് ആഗോള മനുഷ്യത്വബോധത്തെയും സഹാനുഭൂതിയെയും പരീക്ഷിക്കുന്ന ഒന്നാണ്. സംഘർഷങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെല്ലാം ഒരു പ്രദേശത്തെ എങ്ങനെ ദാരിദ്ര്യത്തിലേക്കും ദുരന്തത്തിലേക്കും തള്ളിവിടുമെന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ഈ അവസ്ഥയിൽ നിന്നും പുറത്തു വരാൻ റാഖീൻ ജനതയ്ക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി വേണ്ടത് അന്താരാഷ്ട്ര സഹായം വർദ്ധിപ്പിക്കുക എന്നതാണ്. ലോകരാജ്യങ്ങൾ, WFP, മറ്റ് സഹായ സംഘടനകൾ എന്നിവയ്ക്ക് കൂടുതൽ ഫണ്ട് നൽകണം. അതോടൊപ്പം റാഖീനിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും മരുന്നുകളുടെയും പ്രവേശനം അനുവദിക്കാൻ മ്യാൻമർ സൈന്യത്തിന് മേൽ അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തണം. മാനുഷിക സഹായം എത്തിക്കുന്നതിനായി സുരക്ഷിതമായ ഇടനാഴികൾ തുറക്കാൻ എല്ലാ കക്ഷികളും സഹകരിക്കുകയും വേണം. പ്രശ്നത്തിന്റെ മൂലകാരണമായ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം സ്ഥാപിക്കാനും നയതന്ത്ര ഇടപെടലുകളും നടത്തണം. ഒരു ജനതയുടെ നിലനിൽപ്പ് അവരുടെ സ്വന്തം രാജ്യത്തിന്റെ രാഷ്ട്രീയ അസ്ഥിരതയും ലോകത്തിന്റെ നിസ്സംഗതയും കാരണം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് മാനുഷികതയുടെ പരാജയമാണ്. റാഖീനിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കും ക്യാമ്പുകളിലെ അഭയാർത്ഥികൾക്കും ഓരോ ദിവസവും ജീവൻ നിലനിർത്തുക എന്നത് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യം ഒരു രാജ്യത്തിന്റെ മാത്രം ദുരന്തമല്ല, മറിച്ച് മുഴുവൻ ലോകത്തിന്റെയും മനസാക്ഷിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. മനുഷ്യരുടെ പ്രതീക്ഷകൾ ഇല്ലാതാകാതെ അവരെ രക്ഷിക്കുക എന്നത് ലോകത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്.